അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 20 തിങ്കളാഴ്ച. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോൾഫയ്ക്കടുത്ത് വനമേഖലയിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കേണ്ടി വന്നെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി വിശദീകരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്ററിൽ ഒപ്പമുണ്ടായിരുന്നു. മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന സർക്കാർ അറിയിപ്പല്ലാതെ വിശദവിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഹെലികോപ്റ്റർ കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പ്രസിഡന്റിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറാനികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വാർത്താ ഏജൻസിയായ ഫാർസ്. അതേസമയം അപകട സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്കാജനകമാണെന്ന് അധികൃതരെ ഉദ്ധരിച്ച് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ 49 മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. ഉത്തർപ്രദേശിലെ 14, മഹാരാഷ്ട്രയിലെ 13, പശ്ചിമ ബംഗാളിലെ 7, ബീഹാറിലെയും ഒഡീഷയിലെയും 5, ജാർഖണ്ഡിലെ 3, ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും 1 വീതവും മണ്ഡലങ്ങളിലേക്ക് ഇന്നാണ് തെരഞ്ഞെടുപ്പ്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടും. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലും ഇതോടൊപ്പം പോളിംഗ് നടക്കും. AAPയുടെ വളർച്ച മോദിയെ ഭയപ്പെടുത്തുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിന്റെ PA വൈഭവ് കുമാറിന്റെ അറസ്റ്റിനെതിരായി BJP ദേശീയ ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ നേതാക്കളെയും മോദിക്ക് അറസ്റ്റ് ചെയ്യാമെന്നും താൻ ആദ്യം പോകുമെന്നും കെജ്രിവാൾ പറഞ്ഞു. AAPയുടെ ബാങ്ക് അക്കൗണ്ടുകൾ വൈകാതെ മരവിപ്പിക്കും. AAPക്കുള്ളിൽ ഒരു ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ്. മെയ് 31 കേരളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ബംഗാൾ ഉൾക്കടലിൽ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ മഴ. അതേസമയം കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 22 വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ അറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അടുത്ത 3 ദിവസത്തേക്ക് റെഡ് അലർട്ടും, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ വകുപ്പ് ഇടുക്കിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്കായി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകി. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ്, DTPC എന്നിവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മെഡിക്കൽ കോളേജിൽ കൈക്ക് ഒടിവുള്ള രോഗിക്ക് കമ്പി മാറിയിട്ടെന്ന് ആരോപണം. എന്നാൽ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു. സാധാരണ ഇത്തരം ഒടിവുമായെത്തുന്ന രോഗികൾക്ക് നൽകുന്ന സ്റ്റാൻഡേർഡ് ചികിത്സയും സർജറിയുമാണ് ഇവിടെയും നടത്തിയിട്ടുള്ളതെന്നും കൈയിലെ മുട്ടിന് താഴെ ഒടിവുണ്ടായതിനാൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ നടത്തി പ്ലേറ്റ് ഇടുകയായിരുന്നെന്നും അദ്ദേഹം വിശദീകരിച്ചു. കൈയിലെ 6ാം വിരൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാനെത്തിയ 4 വയസ്സുകാരുടെ നാവിന് ശസ്ത്രക്രിയ നടത്തിയ ചികിത്സാ പിഴവിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബിജോൺ ജോൺസനെ ഉടനെ ചോദ്യം ചെയ്യുമെന്ന് മെഡിക്കൽ കോളേജ് ACP പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇന്ന് മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ടെന്നും അതിനുശേഷമായിരിക്കും ഡോക്ടറെ ചോദ്യം ചെയ്യുകയെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിയുന്നത് വിവാദമായതോടെ എല്ലാം ജില്ലാ നേതൃത്വത്തോട് ചോദിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് അറിയിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കൺസ്യൂമർ ഫെഡിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരണ വകുപ്പ് ക്രമക്കേടുകൾ കണ്ടെത്തി. പ്രതിദിനം 15 കോടിയോളം രൂപയുടെ വിൽപ്പനയും വാങ്ങലും നടക്കുന്ന സ്ഥാപനമായ കൺസ്യൂമർ ഫെഡിൽ കഴിഞ്ഞ 6 വർഷമായി ഓഡിറ്റിംഗ് നടന്നിട്ടില്ല.
എത്ര രൂപയ്ക്ക് സാധനങ്ങൾ എടുത്തെന്നോ എത്ര രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്നോ ചോദിച്ചാലും കൃത്യമായ കണക്കോ മറുപടിയോ ഇല്ലെന്നാണ് കണ്ടെത്തൽ. സോളാർ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിന് പിന്നിൽ ഒത്തുതീർപ്പെന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സമരത്തിൽ എല്ലാ മുദ്രാവാക്യവും നടക്കണമെന്നില്ല. എത്ര കാലമായി ഇൻകുലാബ് വിളിക്കുന്നു, എന്നിട്ട് വിപ്ലവം ജയിച്ചോ, അതുപോലെ എല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം തൃശൂർ ജില്ലയിൽ നെല്ലുൽപാദനം പകുതിയായി കുറഞ്ഞെന്ന് കേരള കർഷക സംഘം. നെല്ലുൽപാദനത്തിൽ മാത്രം 150 കോടിയിലേറെ നഷ്ടമാണ് തൃശൂർ ജില്ലയിൽ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഇതുമൂലം വൈക്കോൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്ന നാട്ടിൻപുറങ്ങളിലെ ക്ഷീര കർഷകരും ദുരിതത്തിലായി. പുതിയ വർഷം കൃഷി ആരംഭിക്കുന്നതിന് മുമ്പായി നഷ്ടപരിഹാരം ലഭ്യമായില്ലെങ്കിൽ മുന്നോട്ടു പോകാനാവില്ലെന്നും കർഷകർ വ്യക്തമാക്കി. ഇടുക്കിയിൽ 171 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മലമ്പനി, ജലജന്യ രോഗങ്ങൾ തുടങ്ങിയ പകർച്ചവ്യാധികളാണ് ഇടുക്കിയിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം 4 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. 25 പേർ എലിപ്പനി സംശയിച്ച് ചികിത്സയിലുണ്ട്. ഡെങ്കിപ്പനിയും മലമ്പനിയും പരത്തുന്ന കൊതുകുകൾ പെറ്റുപെരുകാതിരിക്കാൻ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരെയും പരാജയപ്പെടുത്താനല്ല സമസ്തയുടെ പ്രവർത്തനമെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. വളരാൻ വേണ്ടി സുപ്രഭാതം നടത്തുന്ന മത്സരത്തിൽ ചിലർക്ക് അസൂയ സ്വാഭാവികമെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രഭാതം ഗൾഫിൽ എത്തുന്ന ചടങ്ങ് ബഹിഷ്കരിച്ചവരെ ജനം ബഹിഷ്കരിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് ജ്ഞാനായ യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സെവേറിയോസ്. സഭയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ലെന്നും മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. സസ്പെൻഷൻ സ്റ്റേ ചെയ്തതിന് പിന്നാലെ റാണി ജ്ഞാനായ വലിയ പള്ളിയിൽ ശുശ്രൂഷകൾ നടത്തിയതിനു ശേഷമാണ് കരഞ്ഞുകൊണ്ട് മെത്രാപ്പൊലീത്ത പ്രതികരിച്ചത്. അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത അത്തനേഷ്യസ് യോഹാന്റെ മൃതദേഹം അമേരിക്കയിൽ നിന്ന് ഇന്നലെ പുലർച്ചെ 3:30 കൊച്ചിയിലെത്തിച്ചു. ഇന്ന് രാവിലെ 9 മണി മുതൽ മറ്റന്നാൾ രാവിലെ വരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിലാണ് പൊതുദർശനം. തുടർന്ന് 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് സംസ്കാരം. കേരള ആരോഗ്യവകുപ്പ് ഇന്ന് അനാഥമായി കുത്തഴിഞ്ഞു പോയെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലെ ഏറ്റവും മികച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും അവരുടെ ഉറ്റവർക്കും വിശ്വാസം നഷ്ടമായി. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന് ചികിത്സ തേടിയെത്തുന്നവർ ഏതുവിധത്തിലാണ് മടങ്ങിപ്പോവുക എന്ന് ഒരു ഉറപ്പുമില്ലെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. BJP ദേശീയ ആസ്ഥാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധത്തിനെതിരെ സ്വാതി മലിവാൾ MP. 12 വർഷം മുമ്പ് എല്ലാവരും നിർഭയയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയെന്നും എന്നാൽ ഇന്ന് തെളിവുകൾ നശിപ്പിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങുന്നുവെന്നും സ്വാതി മലിവാൾ കുറ്റപ്പെടുത്തി. മനീഷ് സിസോദിയ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഗതി വരില്ലായിരുന്നുവെന്നും സ്വാതി മലിവാൾ സാമൂഹ്യ മാധ്യമമായ Xൽ കുറിച്ചു. ദില്ലി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താപനില 44 ഡിഗ്രിയായി വരെ ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇത് പ്രകാരം ദില്ലിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ സ്ഥിതി ഒരാഴ്ചയോളം തുടരുമെന്നും പ്രവചനമുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇന്ത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിലേക്ക് ആൾക്കൂട്ടം ഇരച്ചെത്തിയതോടെ രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും വേദിയെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞില്ല. ബാരിക്കേഡുകൾ മറികടന്നും പ്രവർത്തകർ ഇരച്ചെത്തുകയും തിക്കും തിരക്കും സുരക്ഷാ ഭീഷണിയിലേക്ക് നയിക്കുകയും ചെയ്തതോടെ നേതാക്കൾ റാലി വെട്ടിച്ചുരുക്കി വേദി വിടുകയായിരുന്നു. പ്രസംഗം നടത്താൻ കഴിയാതെ വന്നതോടെ വേദിയിലിരുന്ന് 15 മിനിറ്റോളം രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും രാഷ്ട്രീയം ചർച്ച ചെയ്തതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ തരംഗമായി. കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ ഖാർഗെയുടെ മുന്നറിയിപ്പിന് ശേഷവും മമതാ ബാനർജിക്ക് നേരെ അധിക്ഷേപം തുടർന്ന സാഹചര്യത്തിൽ അധീർ രഞ്ജൻ ചൌധരിക്ക് കോൺഗ്രസ് താക്കീത് നൽകിയേക്കും. കോൺഗ്രസിനെ തകർക്കാൻ നടക്കുന്ന മമതയെ ഇന്ത്യ സഖ്യവുമായി സഹകരിപ്പിക്കാനാവില്ലെന്നും മമത അവസരവാദിയാണെന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ചൌധരി വിമർശിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സിനിമാ രംഗം വിടുമെന്ന് കങ്കണ റണാവത്ത്. ബോളിവുഡ് സിനിമാ ലോകം ഒരു നുണയാണെന്നും അവിടെയുള്ളതെല്ലാം വ്യാജമാണെന്നും ഒരു ഹിന്ദി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കങ്കണ പറഞ്ഞു. മമതാ ബാനർജി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മതസാമൂഹിക സംഘടനകളെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമകൃഷ്ണ മിഷനിലെയും ഭാരത് സേവാശ്രം സംഘത്തിലെയും ചില സന്യാസിമാർ
തൃണമൂൽ കോൺഗ്രസിനെതിരെ നിന്ന് BJPയെ പിന്തുണയ്ക്കുകയാണെന്ന മമതാ ബാനർജിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സൗദി അറേബ്യയിൽ താമസിക്കുന്ന ഉംറ വിസക്കാർക്ക് ആ വിസ ഉപയോഗിച്ച് ഹജ്ജ് ചെയ്യാൻ കഴിയില്ലെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഉംറ തീർത്ഥാടകർ വിസയുടെ കാലാവധി പാലിക്കണം. കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് മക്ക വിടണം. അല്ലാത്തപക്ഷം നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യക്കാരടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണമുണ്ടായ കിർഗിസ്ഥാനിലെ ബിഷ്കേക്കിൽ സ്ഥിതി പൂർണ്ണമായും ശാന്തമായെന്ന് കിർഗ് സർക്കാർ അറിയിച്ചു. നഗരത്തിൽ വിദേശ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി 2700 പോലീസുകാരെ അധികമായി നിയോഗിച്ചതായി സർക്കാർ അറിയിച്ചു. വിദ്യാർത്ഥികളെ ഇപ്പോൾ ഒഴിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം മാഞ്ചസ്റ്റർ സിറ്റിക്ക്. ലീഗിലെ അവസാന മത്സരത്തിൽ വെസ്റ്റ് ഹാമിനെ പരാജയപ്പെടുത്തിയാണ് മാഞ്ചസ്റ്റർ സിറ്റി 8ാം തവണ കിരീടത്തിൽ മുത്തമിട്ടത്. 1-നെതിരെ 3 ഗോളുകൾക്കാണ് സിറ്റിയുടെ വിജയം. സിറ്റിയുടെ തുടർച്ചയായ 4ാം പ്രീമിയർ ലീഗ് കിരീടമാണിത്. IPLൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 4 വിക്കറ്റിന് കീഴടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ 2ാമതെത്തി. പഞ്ചാബ് ഉയർത്തിയ 215 റൺസ് വിജയലക്ഷ്യം 6 വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് മറികടന്നു. 28 പന്തിൽ 66 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഹൈദരാബാദിനെ വിജയത്തിലേക്ക് നയിച്ചത്. IPLൽ ഇന്നലെ 2ാമത് നടക്കാനിരുന്ന രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. 2ഉം 3ഉം സ്ഥാനക്കാരെ നിർണയിക്കുന്നതിനായുള്ള ലീഗ് ഘട്ടത്തിലെ ഈ മത്സരം ഉപേക്ഷിച്ചതോടെ ഇരു ടീമും 1 പോയിന്റ് വീതം പങ്കിട്ടു. ഇതോടെ 17 പോയിന്റുമായി 2ാം സ്ഥാനത്തുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം എത്തിയെങ്കിലും നെറ്റ് റൺ റേറ്റിൽ ഹൈദരാബാദിന് പിന്നിലായിപ്പോയ രാജസ്ഥാൻ 3ാം സ്ഥാനത്തായി. മെയ് 22-ന് നടക്കുന്ന എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി രാജസ്ഥാൻ റോയൽസ് ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന ആദ്യ ക്വാളിഫയറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. ഇതിലെ വിജയികൾ നേരിട്ട് ഫൈനലിലെത്തുമ്പോൾ തോൽക്കുന്നവർ രാജസ്ഥാൻ ബാംഗ്ലൂർ എലിമിനേറ്ററിലെ വിജയികളുമായി ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ 26-ന് ചെന്നൈയിൽ നടക്കുന്ന ഫൈനലിൽ ഏറ്റുമുട്ടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.